എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ നിന്നും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂനിയർ ടൈപ്പിസ്റ്റ് അപ്പെക്സ് സൊസൈറ്റീസ് 2013 ക്വസ്റ്റ്യൻ പേപ്പറിലെ 25 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ചു വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ ഏകദേശം ഫുൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിലോ അതല്ലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. First question, the option used for combining two or more adjacent cells in a table. The option used for combining two or more adjacent cells in a table. അതായത് ഏത് ഓപ്ഷനാണ് അടുത്തടുത്തുള്ള രണ്ട് സെല്ല് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിളിൽ അഡ്ജസൻറ്റ് സെൽസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ മെർജ് സെൽസ് ആണ്. മെർജ് സെൽസ്. ഡാഷ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ഒരു ഡാറ്റേൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ? ചാർട്ടാണ് ഒരു ഡാറ്റേൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു അറേഞ്ച് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് ഏതാണ് ഡാറ്റേനെ ഒരു റോസിലും കോളംസിലായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ടേബിളാണ്. ടേബിൾ. The quick way to show or hide horizontal and vertical rulers is to click. അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള റൂളേഴ്സ് ഷോ ചെയ്യാനോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ക്വിക്ക് വേ ഏതാണ്? വ്യൂ റൂളർ എന്നുള്ള ഓപ്ഷനാണ്. ദ ഓപ്ഷൻ ഫോർ സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ടു 2 or more columns. ഏത് ഓപ്ഷനാണ് ഒരു ടെക്സ്റ്റിനെ രണ്ടോ അതിലധികമോ കോളംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സ്പ്ലിറ്റ്. ഓറിയൻറ്റേഷൻ കംസ് അണ്ടർ വിച്ച് മെനു? ഓറിയൻറ്റേഷൻ ഏത് മെനുവിലാണ് വരുന്നത്? പേജ് ലേഔട്ടിലാണ് ഓറിയൻറ്റേഷൻ വരുന്നത്. ഓറിയൻറ്റേഷൻ എത്ര ടൈപ്പാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നതാണ്. അപ്പം എത്ര തരം ഓറിയൻറ്റേഷൻ ഉണ്ട്, ഏതൊക്കെയാണ് ആ ഓറിയൻറ്റേഷൻ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഹാർഡ് കോപ്പി ഡിവൈസ്. ഒരു ഹാർഡ് കോപ്പി ഡിവൈസ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഔട്ട്പുട്ട് സോഫ്റ്റ് കോപ്പി ഉണ്ട്, ഹാർഡ് കോപ്പി ഉണ്ട്. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് കഴിയും, പക്ഷെ നമുക്കത് ഫിസിക്കലി നമുക്ക് തൊടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് പ്രിൻ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രിൻറ്റഡ് മെറ്റീരിയൽ കിട്ടും. അതാണ് ഹാർഡ് കോപ്പി ഡിവൈസ് എന്ന് പറയുന്നത്. ദ കീ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് അൺവാണ്ടഡ് വിൻഡോ, മെനു, മെസ്സേജ് എക്സെട്ര. എസ്കേപ്പാണ്. ദ കീ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് അൺവാണ്ടഡ് വിൻഡോ, മെനു, മെസ്സേജ് എക്സെട്ര. എസ്കേപ്പ് കീ ആണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. ദ കീ ദാറ്റ് ഈസ് യൂസ്ഡ് ടു മൂവ് ഫ്രം വൺ സെൽ ടു അനദർ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ ഉപയോഗിക്കുന്ന കീ ഏതാണ്? ടാബ് കീ ആണ്. ടാബ് കീ. ദ ടാബ് സ്റ്റോപ്സ് ദാറ്റ് അലൈൻ നമ്പേഴ്സ് അറൗണ്ട് എ ഡെസിമൽ പോയിൻറ്റ്. ദ ടാബ് സ്റ്റോപ്സ് ദാറ്റ് അലൈൻ നമ്പേഴ്സ് അറൗണ്ട് എ ഡെസിമൽ പോയിൻറ്റ്. ഡെസിമൽ ടാബ് ആണ്. ഡെസിമൽ ടാബ്. ദ ടൂൾ ടു റിമൂവ് എനി സെൽ, റോ ഓർ കോളം പാർട്ടീഷൻ. അതായത് സെൽ പാർട്ടീഷൻ, റോ പാർട്ടീഷൻ, കോളം പാർട്ടീഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ഏതാണ്? ഇറേസ് ടൂളാണ്. ഇറേസ് ടൂൾ. സൈസ് ഓഫ് A3 പ്രിൻറ്റിംഗ് പേപ്പർ ഈസ്. A3 പ്രിൻറ്റിംഗ് പേപ്പറിൻ്റെ സൈസ് എത്രയാണ്? 297/420 mm ആണ്. A3 പ്രിൻറ്റിംഗ് പേപ്പറിൻ്റെ സൈസാണ് 297/420 mm. The unit of font size is
ഫ്രണ്ട് അല്ല, ഫോണ്ട് സൈസ് ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ദ യൂണിറ്റ് ഓഫ് ഫോണ്ട് സൈസ് ഈസ് പോയിൻ്റ് ആണ്, പോയിൻ്റ്. ദ ഫീച്ചർ ദാറ്റ് കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ആൻഡ് അപ്ലൈ ഇറ്റ് ടു അനദർ. അതായത് ഏത് ഫീച്ചറാണ് ഫോർമാറ്റിംഗ് ഒരു സ്ഥലത്ത് നിന്നും കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത്? ഫോർമാറ്റ് പെയിൻറ്ററാണ്. ഫോർമാറ്റ് പെയിൻറ്റർ ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് പെയിൻറ്റർ നമുക്ക് ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ബൈ ഡീഫോൾട്ട് ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ഈസ്. അതായത് ലൈൻസ് തമ്മിലുള്ള സ്പേസ് ഡീഫോൾട്ടായിട്ട് എത്രയാണ് വരുന്നത്? 1 ആണ്, ഒരു സ്പേസാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡ് പ്രോസസ്സർ. MS വേർഡ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സർ. എ ഫയൽ ക്രിയേറ്റഡ് യൂസിങ് വേർഡ് പ്രോസസ്സർ ഈസ് നോൺ ആസ്. ഒരു വേർഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡോക്യുമെൻ്റ് ആണ്, ഡോക്യുമെൻറ്റ്. ഡാഷ് പ്രൊവൈഡ്സ് ഷോർട്ട് കട്ട്സ് ഇൻ ദ ഫോം ഓഫ് ബട്ടൺസ് ഫോർ ഫ്രീക്വൻ്റ്ലി പെർഫോംഡ് ടാസ്ക്. അതായത് ഏതാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടാസ്ക്സ് ഒരു ബട്ടൻ്റെ ഫോമിൽ ഷോർട്ട് കട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ടൂൾ ബാർ ആണ്, ടൂൾ ബാർ. കീബോർഡ് ഷോർട്ട് കട്ട് ടു മേക്ക് ലെറ്റേഴ്സ് ബോൾഡ്. ലെറ്റേഴ്സ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ Ctrl+B ആണ്. ഓർത്തുവെക്കാൻ എളുപ്പമാണ്. കൺട്രോളാണ് വരുന്നത്. പിന്നെ ബോൾഡിൻ്റെ ഫസ്റ്റ് ലെറ്ററായ B, Ctrl+B ആണ് കീബോർഡ് ഷോർട്ട് കട്ട്, ലെറ്റേഴ്സ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. വിച്ച് കീ ഈസ് യൂസ് ടു ഡിലീറ്റ് എ ലെറ്റർ ലെഫ്റ്റ് ടു ദ കഴ്സർ. കഴ്സറിൻ്റെ ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? ബാക്ക് സ്പേസ് ആണ്, ബാക്ക് സ്പേസ്. ലെഫ്റ്റ് ബാക്ക് സ്പേസ്. റൈറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ആണ് വരിക, റൈറ്റ് ആണെങ്കിൽ ഡിലീറ്റ്. അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യുക. അതായത് അത് റൈറ്റ് എന്ന് പറയുന്നത് ശരി എന്നുള്ള രൂപത്തിലെടുക്കുക, ശരിയായിട്ടുള്ളത് ഡിലീറ്റ് ആക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഡിലീറ്റ് ആക്കാൻ എന്ന് ഓർത്ത് വെക്കുക. അതായത് റൈറ്റ് സൈഡിലേക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റും പിന്നെ ലെഫ്റ്റിലേക്ക് വരുന്നത് ബാക്ക് സ്പേസുമാണ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഡിഫോൾട്ട് ടൈപ്പിംഗ് മോഡ് ഏതാണ്? ഇൻസേർട്ട് മോഡാണ്, ഇൻസേർട്ട് മോഡ്. ദ ആക്ട് ഓഫ് മൂവിങ് അറൗണ്ട് ഇൻ എ ഡോക്യുമെൻറ്റ് ബൈ യൂസിങ് ദ മൗസ് ഓർ കീബോർഡ് ഈസ് കോൾഡ്. The act of moving around in a document by using the mouse or keyboard is called navigating. Navigating എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ അറൗണ്ടായിട്ട് അല്ലെങ്കിൽ അറൗണ്ടായിട്ട് മൗസ് ഉപയോഗിച്ചിട്ടോ കീബോർഡ് ഉപയോഗിച്ചിട്ടോ മൂവ് ചെയ്യുന്നതിന് ആ ചെയ്യുന്ന പ്രവൃത്തി നാവിഗേറ്റിംഗ് എന്നാണ് പറയുന്നത്. The distance from the text to the paper's edge is called. Distance from the text to the paper's edge is called. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ മാർജിനാണ്, മാർജിൻ. പ്രീസെറ്റ് കോളം പൊസിഷൻ ഈസ് കോൾഡ് ടാബ് സ്റ്റോപ്സ്. അതായത് പ്രീസെറ്റായിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കോളം പൊസിഷൻസിനെയാണ് ടാബ് സ്റ്റോപ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് കീ ടു സ്പെസിഫൈ 1.5 അല്ലെങ്കിൽ 1.5 ലൈൻ സ്പേസിങ്. Ctrl+5 ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അതായത് 1.5 ലൈൻ സ്പേസിങ്ങിന് 1.5 ലൈൻ സ്പേസിങ്ങിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+5. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.